Hello everyone, welcome to a brand new video. This is your coach Aina. Welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ is about answering some of your comments. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട് which is regarding how to identify whether ഒരു എംപ്ലോയി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ലെറ്റർ ഇസ് ഫേക്ക് ഓർ നോട്ട്. അതുപോലെ നിങ്ങൾ ഏജൻസീസായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏജൻസീസ് നമുക്കൊരു ജോലി തരാമെന്ന് പറയുന്നതും അതിൻ്റെ ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി നമ്മളെങ്ങനെ അസസ് ചെയ്യും, അതെങ്ങനെ ഉറപ്പ് വരുത്താം ദാറ്റ് ദ കോൺട്രാക്റ്റ് ഈസ് വെദർ ഇറ്റ്സ് ഫേക്ക് ഓർ ആൻ ഒറിജിനൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫോർ ദ സേക്ക് ഓഫ് ടുഡേയ്സ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പെർമനൻറ്റ് എംപ്ലോയി കോൺട്രാക്റ്റ് ഓർ സാലറീഡ് എംപ്ലോയി കോൺട്രാക്റ്റ്. ആൻഡ് ഇതെന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഇസ് കോൾഡ് എ CDI കോൺട്രാക്റ്റ്. അപ്പോൾ ഈ CDI കോൺട്രാക്റ്റിൽ കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻക്ലൂഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് ഇത് ഇത്രയും ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒതൻറ്റിസിറ്റി നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അത് എത്ര ക്രെഡിബിൾ ആണെന്നും എത്ര അത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിവിടെ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടു നോട്ടിഫൈ ദ ഐഡൻറ്റിറ്റി ഓഫ് ദി എംപ്ലോയർ എന്നുള്ളതാണ്. അതായത് നമ്മളൊരു എംപ്ലോയി കോൺട്രാക്റ്റിൽ നമ്മളുടെ എംപ്ലോയറിൻ്റെ ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് നമ്മളതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. നെയിം ആൻഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അഡ്രസ്സും അതുപോലെ പേരും അതിനകത്ത് കറക്റ്റായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ടു ദ സർവീസ്. നമ്മൾ എന്നാണോ തുടങ്ങുന്നത് ആ ഡേറ്റ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വർക്ക് പെർമിറ്റ് എന്ന് കിട്ടുന്നു അന്ന് മുതലായിരിക്കാം നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഇൻ ദാറ്റ് കേസ് സബ്ജക്റ്റ് ടു വെൻ ദാറ്റ് വർക്ക് പെർമിറ്റ് ഇസ് അവൈലബിൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് ടു 6 months ഫ്രം ടുഡേ വെൻ ദ വർക്ക് പെർമിറ്റ് ഇസ് അവൈലബിൾ എന്നുള്ളൊരു ക്ലോസ് ചിലപ്പോൾ വയ്ക്കാറുണ്ട്. സോ ഈതർ വേ ദർ ഷുഡ് ബി എ ഡേറ്റ് mentioned for your starting of your employment. സോ ഇനി പ്ലേസ് ഓഫ് വർക്കാണ്. അതായത് നിങ്ങൾ റിമോട്ട് വർക്കാണോ അതോ നിങ്ങൾ ഓഫീസിലാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കണം. സോ അതുള്ള ഹൈബ്രിഡ് ആണെങ്കിൽ യു ക്യാൻ നമ്മൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അതൊക്കെ അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കണം കറക്റ്റായിട്ട്. പിന്നെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ് ഓഫ് ദ ബിസിനസ്. ഇവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്കിത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ് ഓഫ് ദ ബിസിനസ് അതെങ്കിലും എംപ്ലോയർ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ഓഫർ ലെറ്റർ ആവാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ ഓൾവേസ് ചെക്ക് ഇഫ് ദാറ്റ് ബിസിനസ് രജിസ്റ്റേർഡ് അഡ്രസ് ഉള്ള ഒരു ഓഫർ ലെറ്ററാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. പിന്നെ ഇതിനകത്ത് വേറൊരു വലിയൊരു സെക്ഷൻ വരുന്നത് റോൾ ഓഫ് യുവർ എംപ്ലോയ്മെൻറ്റ്. അതായത് നിങ്ങളുടെ നേച്ചർ ഓഫ് ദ ജോബ് അത് വളരെ എലോബറേറ്റ് ആയിട്ട് കോൺട്രാക്റ്റിൽ വരാറുണ്ട്. അതായത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് യുവർ ടാസ്ക്, വാട്ട് ആർ യുവർ റെസ്പോൺസിബിലിറ്റീസ്, അതെല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് യൂഷ്വലി നമ്മളുടെ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് വരുന്നത്. സോ ദ നേച്ചർ ഓഫ് യുവർ ജോബ് ഷുഡ് ബി മെൻഷൻഡ്. അതല്ല വേഗമായിട്ട് ജസ്റ്റ് ജോബ് ടൈറ്റിൽ മാത്രം വെച്ചിട്ടാണെങ്കിൽ അത് ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് ആയിരിക്കില്ല. സോ യു ഹാവ് ടു മെൻഷൻ വാട്ട് കൈൻഡ് ഓഫ് വർക്ക് യു വുഡ് ബി ഡൂയിങ്. അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും നിങ്ങൾ റിസീവ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇവിടുത്തെ വർക്ക്സ് സ്കെഡ്യൂൾ വളരെ സ്ട്രിക്റ്റ് ആണ്. സോ ചിലതിനകത്ത് പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം അല്ലെങ്കിൽ 40 hours ഇൻ എ വീക്ക് അതൊക്കെ പറയും. അപ്പോൾ ആ എത്ര മണിക്കൂറാണെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ സ്കെഡ്യൂൾ ഓഫ് ദ വർക്ക് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ദ വർക്ക് അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹാസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്. പിന്നെ അതുപോലെ വേറെ വരുന്നതാണ് നമ്മുടെ വെക്കേഷൻ, എത്ര ഹോളിഡേയ്സ് അവൈലബിൾ ആണ്, എത്ര വെക്കേഷൻ, എത്ര പെയ്ഡ് ലീവ്സ് അവൈലബിൾ ആണ്, ലീവിൻ്റെ ഇൻഫർമേഷൻ എല്ലാം അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ സാലറി ബെനിഫിറ്റ്സ് മെൻഷൻഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ എത്ര സാലറിയാണ്, പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ്സ് ഉണ്ടോ, അതെല്ലാം അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കും. പിന്നെ വരുന്നത് നോട്ടീസ് പീരീഡ് എത്രയാണെന്നും പിന്നെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രൊബേഷൻ അല്ലെങ്കിൽ ട്രയൽ പീരീഡ് ഉണ്ടെങ്കിൽ അതും അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം മെയിനായിട്ട് ഇതിൽ എംപ്ലോയിയുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഡയറക്റ്റ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ബിസിനസ് അഡ്രസ്സ്, അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് ഇതെല്ലാം മെൻഷൻഡ് ആണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ നേച്ചർ ഓഫ് ജോബ് മെൻഷൻഡ് ആണ്, നിങ്ങളുടെ സാലറി സ്ട്രക്ചർ മെൻഷൻഡ് ആണ്, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് മെൻഷൻഡ് ആണ്. പിന്നെ ഇത് കോൺട്രാക്റ്റിൻ്റെ വർക്ക് പെർമിറ്റ് കാര്യങ്ങളും എല്ലാം മെൻഷൻഡ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ് ദാറ്റ് ദിസ് ഇസ് ദ റൈറ്റ് ജോബ് ഓഫർ എന്നുള്ളത്. സോ ദീസ് ആർ സം ഓഫ് ദ വേസ് ഇൻ വിച്ച് യു ക്യാൻ ചെക്ക് ദി ഒതൻറ്റിസിറ്റി ഓഫ് യുവർ ഓഫർ ലെറ്റർ. ഓർ ഇപ്പം നിങ്ങൾ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ
നാട്ടിൽ ഒരുപാട് ഏജൻസീസ് നമുക്ക് എംപ്ലോയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് എമൗണ്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു സാമ്പിൾ ഓഫർ ലെറ്റർ വാങ്ങിക്കുക. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. If you want to see more videos like this, please do subscribe to this channel. Please do like, comment and share if you like this video. Thank you so much. Have a great day.